നവംബർ 17 മുതൽ 21 വരെയുള്ള തീയതികളിൽ ഓഹരി വിപണിയുടെ പ്രകടനം എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ച പ്രിവ്യൂ ആണ് ഫോക്കസ് ഓൺ ഫൈനാൻസ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് 3 ഭാഗങ്ങളാണുള്ളത്. ആദ്യ ഭാഗത്ത് വിപണിയുടെ നിലവിലെ സ്ഥിതിയും വരും ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാൻ ഇടയുള്ള കാര്യങ്ങളുമാണ് പ്രതിപാദിക്കുന്നത്. രണ്ടാം ഭാഗത്ത് ഓഹരി വില സൂചികകളുടെ പ്രതിരോധം, പിന്തുണ എന്നിവയുടെ നിലവാരം, പ്രവണതകൾ സംബന്ധിച്ച അനുമാനം എന്നിവയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൂന്നാം ഭാഗത്ത്, അതായത് അവസാന ഭാഗത്ത്, നിക്ഷേപകർ നിർബന്ധമായും അറിയേണ്ട ചില പ്രധാനപ്പെട്ട തീയതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വിപണിയുടെ നിലവിലെ സ്ഥിതി എന്താണെന്ന് വേഗത്തിലൊന്ന് പരിശോധിക്കാം. കഴിഞ്ഞ ആഴ്ച 5 വ്യാപാര ദിനങ്ങൾ ഉണ്ടായിരുന്നതിൽ 4 വ്യാപാര ദിനങ്ങളിലും വിപണിയിൽ മെച്ചപ്പെട്ട പ്രകടനമാണ് കാണപ്പെട്ടത്. അതിന് പ്രധാനമായും 2 കാരണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, പണപ്പെരുപ്പത്തിന്റെ നിരക്കായിരുന്നു. അതായത് ഇൻഫ്ലേഷൻ റേറ്റ് 0.25% താഴുന്നതാണ് കണ്ടത്. ഇത് വളരെ ആശ്വാസകരമായ ഒരു നിലവാരമാണ്. കാരണം പണപ്പെരുപ്പ നിരക്ക് 1% താഴുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ ഒരു സംഗതിയാണ്. ഇത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മാത്രമല്ല, സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക നയം രൂപപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കും വളരെ ആശ്വാസകരമായ ഒന്നാണ്. ഇത് 10 വർഷത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണ് എന്ന പ്രത്യേകതയുമുണ്ട്. റോയിട്ടേഴ്സ് എന്ന വാർത്താ ഏജൻസി അടുത്ത കാലത്ത് നടത്തിയ ഒരു അഭിപ്രായ വോട്ടെടുപ്പിൽ പണപ്പെരുപ്പ് നിരക്ക് 0.48% ആയിരിക്കുമെന്ന അനുമാനമാണ് രേഖപ്പെടുത്തിയത്. എന്നാൽ അതിനെയും കടത്തിവെട്ടിയാണ് നിരക്ക് 0.25% താഴ്ന്നിരിക്കുന്നത്. വിപണിയെ സ്വാധീനിച്ച മറ്റൊരു പ്രധാന ഘടകം ബീഹാറിലെ തെരഞ്ഞെടുപ്പായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നു കഴിഞ്ഞു. എക്സിറ്റ് പോളുകളിൽ പ്രവചിച്ചതിനേക്കാൾ ഒക്കെ കൂടുതൽ സീറ്റുകൾ നേടാൻ NDAക്ക് കഴിഞ്ഞത് ഭരണകക്ഷിയായ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടമായിട്ടുണ്ട്. എന്നാൽ തിരഞ്ഞെടുപ്പ് ഫലം വിപണി നേരത്തെ തന്നെ ഡിസ്കൗണ്ട് ചെയ്തു കഴിഞ്ഞിരുന്നതിനാൽ ആണ് വലിയ തോതിലുള്ള ഒരു പ്രകടനം ഫലപ്രഖ്യാപന ദിവസം വിപണിയിൽ കാണാതിരുന്നത്. അല്ലെങ്കിൽ പ്രത്യേകമായ എന്തെങ്കിലും ഒരു പ്രസരിപ്പ് അന്ന് വിപണിയിൽ കാണാതെ പോയത് അതുകൊണ്ടാണ്. ഇനി വിപണിയുടെ വരും ദിവസങ്ങളിലെ പ്രകടനം സ്വാധീനിക്കാനിടയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യയും US-ഉം തമ്മിലുള്ള വ്യാപാര കരാറാണ്. ഇന്ത്യയും US-ഉം തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ സാധ്യമാകുമെന്ന അല്ലെങ്കിൽ ഉടൻ ഉണ്ടാകുമെന്ന സൂചനകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. പല തലത്തിലുള്ള ചർച്ചകൾ വളരെയേറെ മുന്നേറി കഴിഞ്ഞതായും ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞുവെന്നുമുള്ള റിപ്പോർട്ടുകളാണ് ലഭിക്കുന്നത്. അങ്ങനെ ഒരു കരാർ സാധ്യമാകുകയാണെങ്കിൽ അത് വിപണിക്ക് വലിയൊരു ആശ്വാസകരമായ നടപടിയായിരിക്കുമെന്ന് ഉറപ്പ്. ഇതിനു പുറമെ എന്തെങ്കിലും കാരണവശാൽ കരാർ വൈകിയാലും അതിൽ ആശങ്ക വേണ്ടെന്ന നിഗമനമാണ് കയറ്റുമതി രംഗത്തുള്ള വ്യാപാരികൾ പങ്കുവയ്ക്കുന്നതിന്. അതിന് അവർ പറയുന്ന കാരണം അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ ഉയർന്ന താരിഫ് മൂലം വലിയ തോതിലുള്ള ഇടിവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മറ്റ് പല വിപണികളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചിട്ടുള്ളതിനാലും അതുപോലെ തന്നെ മറ്റു വിപണികളിലേക്കുള്ള കയറ്റുമതിയിൽ വർധന നേടാൻ കഴിഞ്ഞിട്ടുള്ളതിനാലും ആണ് ആശങ്ക വേണ്ട എന്ന് വ്യാപാരികൾ പറയുന്നത്. 24 രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ വലിയ തോതിലുള്ള വർധന രേഖപ്പെടുത്തി കഴിഞ്ഞതായാണ് കയറ്റുമതി വ്യാപാരികളിൽ നിന്ന് അറിയുന്നത്. ഈ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിലെ വലിയ വർധന വളരെ ആശ്വാസകരമായ ഒന്നാണ്. കൊറിയ, ജർമ്മനി, UAE, ഇറാഖ്, റഷ്യ, കാനഡ, ബ്രസീൽ, ഇറ്റലി തുടങ്ങി 24 രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിലാണ് വലിയ തോതിലുള്ള വർധന രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിപണിയെ സ്വാധീനിക്കാൻ ഇടയുള്ള മറ്റൊന്ന് ഇൻഫ്ലേഷൻ നിരക്ക് തന്നെയാണ്. ഇൻഫ്ലേഷൻ റേറ്റ് 0.25% എത്തിയതോടുകൂടി റിസർവ് ബാങ്കിന് വളരെ ആശ്വാസകരമായ ഒരു അവസ്ഥയാണ് കൈവന്നിരിക്കുന്നത്. ഏറെ നാളുകളായി പണപ്പെരുപ്പ നിയന്ത്രണത്തിനാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഊന്നൽ നൽകിയിരുന്നത്. എന്നാൽ പണപ്പെരുപ്പ നിയന്ത്രണം പൂർണ്ണമായും സാധ്യമായി കഴിഞ്ഞു. എന്ന് മാത്രമല്ല, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിശ്ചയിച്ചിട്ടുള്ള സഹന പരിധി എന്ന് പറയുന്നത്, അതായത് നിരക്കിന്റെ സഹന പരിധി എന്ന് പറയുന്നത് 4 മുതൽ 6% വരെയാണ്. എന്നാൽ അതിനേക്കാൾ ഒക്കെ വളരെ താഴെ 1%-ലും താഴേക്ക് പണപ്പെരുപ്പ നിരക്ക് എത്തിക്കഴിഞ്ഞതിനാൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇനി പണപ്പെരുപ്പ നിയന്ത്രണത്തിന് ഊന്നൽ നൽകുന്നതിന് പകരം
സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകാൻ കഴിയും. അതിനാൽ സാമ്പത്തിക വളർച്ചയ്ക്ക് ഊന്നൽ നൽകുന്ന നയം പിന്തുടരാനായിരിക്കും ഇനി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ശ്രമിക്കുക. അതിന്റെ മെച്ചം സ്വാഭാവികമായും വിപണിയിലും അനുഭവപ്പെടും. അത്തരം നടപടികൾ, അതായത് സാമ്പത്തിക വളർച്ച പരിപോഷിപ്പിക്കുന്ന തരത്തിലുള്ള നടപടികൾ അടുത്ത ദിവസങ്ങളിൽ തീർച്ചയായും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിക്കാം. വരും ദിവസങ്ങളിൽ വിപണിയെ സ്വാധീനിക്കാൻ ഇടയുള്ള മറ്റൊന്ന്, നവംബർ 28 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഈ സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിലെ, അതായത് സെക്കൻഡ് ക്വാർട്ടറിലെ സാമ്പത്തിക വളർച്ചയുടെ GDP-യുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അതിന്റെ കണക്ക് പുറത്തുവിടുന്ന ദിവസമാണ്. അത് 7.2% ആയിരിക്കുമെന്നാണ് ഇന്ത്യ റേറ്റിംഗ് റിസർച്ചിന്റെ റിപ്പോർട്ട്. സ്വാഭാവികമായും അത് പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ വളരെ ഉയർന്ന നിലവാരമാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസിന്റെ കണക്കനുസരിച്ച് 7.2% ആണ് GDP എങ്കിൽ അത് വിപണിയിൽ തീർച്ചയായും ഒരു ആഘോഷത്തിന് അവസരം ഒരുക്കും. എന്ന് മാത്രമല്ല, ആ നിലവാരം അല്ലെങ്കിൽ ആ അനുമാനം എന്ന് പറയുന്നത് ഇന്ത്യൻ വിപണിയിലേക്ക് വലിയ തോതിൽ വിദേശ നിക്ഷേപകരെ ആകർഷിക്കാൻ സഹായിക്കുന്നതുമാണ്. ഓഹരി വിപണിയെ സ്വാധീനിക്കാൻ ഇടയുള്ള മറ്റൊന്ന് ഗ്ലോബൽ ബ്രോക്കറേജായ ഗോൾഡ്മാൻ സാക്സിന്റെ ഒരു റിപ്പോർട്ടാണ്. ഒക്ടോബറിൽ ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യൻ വിപണിയെ അണ്ടർവെയ്റ്റ് എന്ന വിഭാഗത്തിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ പെട്ടെന്നൊരു യു-ടേൺ എടുത്ത് ഇന്ത്യൻ വിപണിയെ ഓവർവെയ്റ്റ് വിഭാഗത്തിലേക്ക് പെടുത്തിയിരിക്കുകയാണ് ഗോൾഡ്മാൻ സാക്സ്. ഇത് തീർച്ചയായും നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു സന്തോഷ വാർത്ത തന്നെയാണ്. ഇന്ന് മാത്രമല്ല, 2026 അവസാനത്തോടെ നിഫ്റ്റി 29,000 പോയിന്റിലെത്തും എന്ന ശുഭാപ്തി വിശ്വാസവും ഗോൾഡ്മാൻ സാക്സ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. വിപണിയെ സ്വാധീനിക്കാൻ ഇടയുള്ള മറ്റൊന്ന്, ഈ സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിലെ, അതായത് സെക്കൻഡ് ക്വാർട്ടറിലെ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളുടെ പ്രവാഹം അവസാനിച്ചിരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു വലിയ ആശ്വാസകരമായ സംഗതി മനസ്സിലാക്കാനുള്ളത്, 1000 കോടിയിലേറെ രൂപ വിപണി മൂല്യമുള്ള, അതായത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനുള്ള 100-ലേറെ കമ്പനികൾക്ക് ഈ കഴിഞ്ഞ ക്വാർട്ടറിൽ അവയുടെ ലാഭം ഇരട്ടിയിൽ ഏറെ ആയി നേടാൻ കഴിഞ്ഞു എന്നതാണ് അത്. ഇത് വലിയൊരു നേട്ടമാണ്. ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് മാത്രമല്ല, ഓഹരി വിപണിയിലെ എല്ലാ നിക്ഷേപകർക്കും തന്നെ വലിയൊരു നേട്ടമാണ് അതിലൂടെ ഉണ്ടാകുന്നത്. ഇനി വിപണിയെ സ്വാധീനിക്കാനിടയുള്ള മറ്റൊന്ന് വിദേശ നിക്ഷേപം സംബന്ധിച്ചുള്ളതാണ്. വിദേശ നിക്ഷേപകരെ ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ ആകർഷിക്കാനായി അടുത്ത് തന്നെ ഏതാനും നടപടികൾ പ്രഖ്യാപിക്കുമെന്ന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ ചെയർമാൻ തുഹിൻ കാന്ത പാണ്ഡെ അറിയിച്ചിട്ടുണ്ട്. അതായത് രജിസ്ട്രേഷനിലെ കാലതാമസം ഒഴിവാക്കല്, ക്യാഷ് ഇക്വിറ്റി ഇടപാടുകളുടെ ട്രേഡിംഗ് കോസ്റ്റ് കുറയ്ക്കൽ തുടങ്ങിയ നടപടികളാണ് സെബിയിൽ നിന്ന് ഉണ്ടാകുക എന്നാണ് സൂചന. ഇത്തരം നടപടികൾ തീർച്ചയായും കൂടുതൽ വിദേശ നിക്ഷേപകരെ ഇന്ത്യൻ വിപണിയിലേക്ക് ആകർഷിക്കാൻ സഹായകമാകും. പ്രത്യേകിച്ചും ഈ വർഷം ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം വിദേശ നിക്ഷേപകർ പിൻവലിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇത്തരം നടപടികൾക്ക് വലിയ പ്രാധാന്യവും പ്രസക്തിയുമാണ് ഉള്ളത്. ഇനി വിലസൂചികകളുടെ നിലവാരം നമുക്ക് പരിശോധിക്കാം. സെൻസെക്സ് അവസാനിച്ചത് 84,562.78 നിലവാരത്തിലാണ്. ഇത് വളരെ ശ്രദ്ധേയമായ നിലവാരമാണ്. കാരണം സെൻസെക്സ് 84,000 പോയിന്റിന് മുകളിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നിഫ്റ്റിയുടെ നിലവാരവും വളരെ ശ്രദ്ധേയമാണ്. 25,910.05 നിലവാരത്തിലാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതും ശ്രദ്ധേയമായ നിലവാരമാണെന്ന് പറയാൻ കാരണം, കയ്യെത്തിയാൽ തൊടാവുന്ന ദൂരത്തിലാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇനി 26,000 നിലവാരമെന്നത്. ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. നിഫ്റ്റി ബാങ്കിന്റെ നിലവാരമാണെങ്കിലും കൂടിയ നിലവാരത്തിൽ എത്തിക്കഴിഞ്ഞു. അത് 58,517.55 ആണ് ക്ലോസിംഗ് നിരക്ക്. ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ സൂചിക എങ്ങനെയായിരിക്കുമെന്ന് ഒന്ന് നോക്കാം. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 25,600, 25,700 നിലവാരത്തിലേക്ക് പിന്തുണ ഉയർന്നിരിക്കുന്നു. അതായത് പിന്തുണയുടെ നിലവാരം ഉയർന്നിരിക്കുന്നതിനാൽ അത് വിപണിക്ക് വലിയ തോതിൽ ആശ്വാസകരമായിരിക്കും. പ്രതിരോധത്തിന്റെ നിലവാരമാണെങ്കിൽ 26,000 പോയിന്റിൽ പ്രതിരോധം അനുഭവപ്പെട്ടേക്കാമെങ്കിലും അതിനെ പ്രതിരോധം എന്ന് വിശേഷിപ്പിക്കാനാവില്ല. കാരണം അത് വളരെ ദുർബലമായ ഒരു കടമ്പ മാത്രമായിരിക്കും. ശക്തമായ ഒരു പ്രതിരോധം പ്രതീക്ഷിക്കുന്നത്
26,100-നും 26,200 പോയിന്റിനും ഇടയ്ക്കാണ്. അത് ഭേദിക്കാൻ കഴിഞ്ഞാൽ അടുത്ത ഏത് ദിവസം വിപണിക്ക് ഓൾ ടൈം ഹൈ, അതായത് റെക്കോർഡ് ഹൈയിലേക്ക് കടക്കാൻ കഴിയും. അതിന്റെ ആഘോഷം വിപണിയിൽ ഉണ്ടാകുകയും ചെയ്യും. അതിനുള്ള സാധ്യതയുണ്ടെന്നും ഏതാണ്ട് വാല്യുവേഷനും മറ്റും നോക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യത തെളിഞ്ഞിട്ടുണ്ടെന്നുമാണ് പല ഫണ്ട് മാനേജർമാരുമായും സംസാരിച്ചതിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വിവരം. അവരിൽ ചിലരൊക്കെ നൽകിയ ഉപദേശം ബൈ ഓൺ ഡിപ്പ് എന്നാണ്. അതായത് ഈ കാലയളവിൽ വില കുറയുന്ന ഓഹരികൾ സ്വന്തമാക്കുന്നത് നന്നായിരിക്കുമെന്ന അഭിപ്രായമാണ് അവർ പങ്കുവച്ചിട്ടുള്ളത്. ഇനി പ്രധാനപ്പെട്ട ചില തീയതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഡിവിഡൻഡ് നൽകുന്നത് സംബന്ധിച്ച് പല കമ്പനികളും റെക്കോർഡ് തീയതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നവംബർ 17-ന് സൂര്യ രോഷ്നി റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിരിക്കുന്നു. കൊച്ചിൻ ഷിപ്പ്യാർഡ്, അശോക് ലേലൻഡ്, ഏഷ്യൻ പെയിന്റ്സ് എന്നിവ നവംബർ 18-ആണ് ഡിവിഡൻഡിനുള്ള റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിട്ടുള്ളത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ഓഹരി ഒന്നിന് 4 രൂപയാണ് ഡിവിഡൻഡായി നൽകുന്നത്. ആ ഡിവിഡൻഡ് ഡിസംബർ 11-നോ അല്ലെങ്കിൽ അതിനു മുമ്പോ വിതരണം ചെയ്യുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. നവംബർ 19-നാണ് പേജ് ഇൻഡസ്ട്രീസ്, ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്നിവയുടെ റെക്കോർഡ് ഡേറ്റ്. സൺ TV നെറ്റ്വർക്ക് നവംബർ 20-ന് ഡിവിഡൻഡ് റെക്കോർഡ് ഡേറ്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. MRF, ഗബ്രിയൽ ഇന്ത്യ, IRCTC, സൊനാറ്റ സോഫ്റ്റ്വെയർ എന്നിവ നവംബർ 21-നാണ് റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിട്ടുള്ളത്. ഇവയ്ക്കൊക്കെ പുറമെ റൈറ്റ് ഷെയറുകൾ നൽകുന്നതിന് വേണ്ടി, അതായത് അവകാശ ഓഹരികൾ നൽകുന്നതിന് വേണ്ടി ഓഹരി ഉടമകളെ നിർണയിക്കുന്നതിനായിട്ട് അഡാനി എന്റർപ്രൈസസ് നവംബർ 17 റെക്കോർഡ് തീയതിയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഡിസംബർ 3 മുതൽ 5 വരെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പലിശ നിരക്ക് നിർണയ സമിതി യോഗം ചേരുന്നുണ്ട്. അത് സംബന്ധിച്ച അനുമാനങ്ങൾ ഫോക്കസ് ഓൺ ഫൈനാൻസിന്റെ അടുത്ത പ്രിവ്യൂവിൽ പ്രതീക്ഷിക്കാം.